അതായത് നമ്മുടെ നാട്ടിലെ മിക്ക ചെറുകിട സംരംഭകരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന കാര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മിക്ക ആളോടും ചോദിക്കുമ്പോൾ അവർക്കുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, റീൽസ് പോസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ തീരെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ പൊതുവെ ഞാൻ എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. എന്ത് മാർക്കറ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആരാണ് ഇവരുടെ ഒരു ടാർഗറ്റ് കസ്റ്റമർ എന്നുള്ളത്, ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ അവർ ഏത് നിഷിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അവരുടെ ഒരു നിഷിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. അതായത് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും വിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് കാറ്റഗറീസ് ഓഫ് ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ഓരോ ബിസിനസ്സിനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമറെ കണ്ടെത്തില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ഏജ്, അവരുടെ ലൊക്കേഷൻ, അവരുടെ മറ്റുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഫാക്ടേഴ്സ് വരും. അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റുകൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ മൂന്നാമത് വരുന്നതാണ് ബ്ലൈൻഡ് ആയിട്ട് കോപ്പിടിക്കുക. എന്താണോ നമ്മൾ കോമ്പറ്റേറ്റർ ചെയ്ത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അത് അതേപോലെ ഇതാക്കുന്നത്. ട്രെൻഡിനനുസരിച്ച് പോണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. എന്താണോ റിസൾട്ട് വരുന്നത് ആ രൂപത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഒന്നും കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് മിക്കതും. ഒന്ന്, നിങ്ങൾ ആർക്കാണ് വിൽക്കുന്നത്. രണ്ടാമത്, നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. മൂന്നാമത്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്ത് വ്യത്യാസം അല്ലെങ്കിൽ എന്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് കൊടുക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ ഒരു സംഭവം കസ്റ്റമറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലേസർ ഫോക്കസ്ഡ് ആവും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, റിസൾട്ടുകൾ വരാനും തുടങ്ങും. പിന്നെ കൺസിസ്റ്റൻസി, സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത് ചെയ്തു പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്നല്ല, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ AI വന്നു, അത് വന്നു, ഇത് വന്നു എല്ലാം പറയുന്നത്, പക്ഷേ AIയിലും എത്രയോ മാറ്റങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷനൊക്കെ മാറും എന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.